ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചും സെക്കൻഡ് മൊഡ്യൂൾ ഇപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബൈനോമിയലും പോയിസോണും പഠിച്ച പോലെ ഇവിടെ നമുക്ക് യൂണിഫോം, എക്സ്പോണൻഷ്യൽ, നോർമൽ തുടങ്ങി 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ആ ഒരു ഡെഫിനിഷൻ തന്നെ കിട്ടും. യൂണിഫോം ആയിരിക്കും, ഒരു കൃത്യമായ ടൈമിംഗ് വെച്ചിട്ടാണ്. നമുക്ക് ബസ്സിൻ്റെ സമയം, ട്രെയിനിൻ്റെ സമയം, ഇതൊക്കെ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ നമുക്ക് നമ്മൾ ബൈനോമിയലും പോയിസോണിലും പറഞ്ഞത് തന്നെ പി ഓഫ് എക്സ് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു എഫ് ഓഫ് എക്സ്. നമ്മൾ എഫ് ആണ് സാധാരണ കണ്ടിന്യൂസ് കേസിൽ യൂസ് ചെയ്യാറുള്ളത്. അത് ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ നിങ്ങളൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക, ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ മുതൽ ബി വരെയുള്ള ഒരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/b - a ആണ്. a <= x <= b അല്ലെങ്കിൽ 0 ആയിരിക്കും. മറ്റ് സമയത്ത് 0 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതർവൈസ് 0 ആയിരിക്കും. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ആണ് 1/b - a എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വാല്യൂ, ബി എൻഡ് വാല്യൂ, ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. എക്സ് എയുടെയും ബിയുടെ ഇടയിലാണെങ്കിൽ ഇതാണ് ഫംഗ്ഷനായിട്ട് വരും. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിലൊക്കെ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മീനും വേരിയൻസും പ്രൂഫ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായ പ്രൂഫാണ്, മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മീന് വരുന്നത് b+a/2 ആണ്, അല്ലെങ്കിൽ a+b/2 എന്ന് നമുക്ക് പറയാം. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് a+b/2 ആണ്. വേരിയൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വേരിയൻസ് വരുന്നത് b-a² ആണ്. അപ്പോൾ b-a ശ്രദ്ധിക്കണം, a-b എഴുതരുത്. സ്ക്വയർ ഉണ്ടെന്ന് വിചാരിച്ച് a-b ചെയ്താൽ ആൻസർ തെറ്റും. ഇത് നിങ്ങൾക്ക് പിന്നെ പ്ലസ് ആയതുകൊണ്ട് a+b എന്നും b+a എന്നും എഴുതാം. പക്ഷേ വേരിയൻസ് വരുന്നത് b-a² / 12 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഞാൻ എഴുതുന്നത് നമ്മളുടെ ലാസ്റ്റ് റെഗുലർ എക്സാമിന് നിങ്ങളുടെ സീനിയേഴ്സിന് നമ്മളുടെ ഫസ്റ്റ് 2024 സ്കീമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എക്സ് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ്റർവെല്ലായിട്ട് തന്നിട്ടുള്ളത് 2, 6 ആണ്. എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ്റർവെൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് 2, 6 എന്നുള്ളൊരു ഇൻ്റർവെല്ലാണ്. മീനും വേരിയൻസും കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം മീന് കണ്ടുപിടിക്കണം, ദെൻ അതേപോലെ വേരിയൻസും നമ്മൾ കണ്ടുപിടിക്കണം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 2, 6 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. മീനും വേരിയൻസും 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എയും ബിയും കിട്ടി. എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 6 ആണ്. നിങ്ങൾ ജസ്റ്റ് മീൻ്റെയും വേരിയൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് a+b/2 ആണ്, അല്ലെങ്കിൽ b+a/2 ആണ്. എന്താ വരിക? 6 + 2/2 8/2. ആൻസർ എന്ത് വരും? 4 വരും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മീൻ കിട്ടും. 2 മാർക്ക്, 4 മാർക്കിന് 2 മാർക്ക് ഇതിനായിരുന്നു. അപ്പോൾ നമുക്ക് 2 മാർക്ക് വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. ഇനി വേരിയൻസ് നമുക്ക് കാണാമല്ലോ. b-a² / 12 ആണ്. അപ്പോൾ എന്ത് വരും? b-a 6 - 2² / 12 എന്ന് വരും. 4² / 12 എന്ന് വരും. 4² / 12 എന്ന് പറഞ്ഞാൽ 16/12. അതിനെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ 4/3. 4 മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ മീൻ്റെയും വേരിയൻസിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നത് S4 എന്നായിരുന്നു. S4 അല്ല, S3യിലാണ് നമുക്കിത് വരുന്നത്. കാരണം S4ൽ നമ്മളുടെ ബി ഗ്രൂപ്പിന് GB/MAT 401 ഈ സെയിം മൊഡ്യൂൾ വരുന്നുണ്ട്. അവിടെ ചോദിച്ച ക്വസ്റ്റ്യനും ഇതായിരുന്നു. പിന്നെ നിങ്ങളുടെ സപ്ലിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നിങ്ങളുടെ കഴിഞ്ഞ S3 എക്സാമിന് ഇവിടുന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കാം. അത് ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 11A ക്വസ്റ്റ്യനായിട്ട് എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് 1 ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് 4/3 ആണ് എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അവിടെ 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ, 3 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ഓഫ് ദം ആർ നെഗറ്റീവ്?
ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ഓൾ നെഗറ്റീവ്, എല്ലാം നെഗറ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഒബ്സർവേഷൻസിനെ പറ്റിയും പ്രോബബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്. നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇതിലൊക്കെ ക്വസ്റ്റ്യനിൽ പറയും ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് യൂണിഫോം ആണ് എന്നുള്ളത്, എന്നിട്ട് നിങ്ങൾക്ക് മീനും വേരിയൻസും തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഓൾ ഓഫ് ദം നെഗറ്റീവ് ആണ്. 3 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത്. അതിന് മുന്നേ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ വാല്യൂ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുക ഇൻ്റഗ്രൽ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ തരാം. അതായത് നമുക്കറിയാം നമ്മളെല്ലാ കേസിലും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ പറയാം, മറ്റിടത്ത് നമ്മൾ സമ്മേഷനൊക്കെ പറഞ്ഞ ഇൻ്റഗ്രൽ വെച്ചിട്ടാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമ്മളുടെ ഫംഗ്ഷൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുക. സോ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഓൾ ഓഫ് ദം നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ആവാനുള്ള ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0 കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ വാല്യൂസിനിടയിലായിരിക്കും. ആദ്യം നമുക്ക് ഈ തന്ന കാര്യങ്ങളിൽ നിന്നും ഒന്ന് മീൻ തന്നിട്ടുണ്ട്. അതായത് എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്നും നമുക്ക് എ പ്ലസ് ബി 2 എന്ന് കിട്ടും. ജസ്റ്റ് ഈ 2 അങ്ങോട്ട് എടുത്താൽ. പിന്നെ വേരിയൻസ് തന്നിട്ടുണ്ട്. വേരിയൻസ് നമുക്കറിയാം ബി മൈനസ് എ സ്ക്വയർ ബൈ 12 ആണ്. അത് എത്രയാണ്? 4/3. ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി എന്താ ഉണ്ടാവുക, ഇതിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബി മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 4 × 12 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 4 × 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഇത് വരും 12, 24, 36, 48, 48/3 എന്നുള്ള ഒരു ആൻസറിലോട്ട് നമുക്കെത്തും. ഓക്കെ, സോ അതിൽ നിന്നുമാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുന്നത്. അതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലായിരുന്നെങ്കിൽ എന്ത് യൂസ് ചെയ്തിരുന്നു? സമ്മേഷൻ യൂസ് ചെയ്തിരുന്നു. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമുക്കിവിടെ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എ ടു ബി, കാരണം നമ്മുടെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ എന്ത് വരും? 16 എന്ന് വരും. ബി മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബി മൈനസ് എ എന്ത് വരും? 4 വരും. ബി മൈനസ് എ 4 വരും. അതായത് ബി പ്ലസ് എ 2 ആണ്, ബി മൈനസ് എ 4 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിന് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോളി, ഇതിനൊരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തോളി. നമ്മൾ എന്ത് ചെയ്യുന്നു? 1 + 2 ഇംപ്ലൈസ് ബി പ്ലസ് ബി 2b. ഇത് രണ്ടും 0 ആവും. 4 2 6 ആവും. ബി എത്ര വരും? ബി എന്ന് പറയുന്നത് 6/2 3 എന്ന് വരും. അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി പ്ലസ് എ 2 എന്നാണ് ഇക്വേഷൻ. 3 + എ 2 എന്ന് വരും. എ എന്ന് പറയുന്നത് 2 - 3 - 1 എന്ന് വരും. എ -1 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിൽ 3 വേരിയബിൾസ്. നമുക്ക് ആദ്യം പ്രോബബിലിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഞാനിവിടെ പറഞ്ഞു, ഇൻ്റഗ്രൽ എ ടു ബി നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ ഫംഗ്ഷൻ പഠിച്ചിട്ടുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി 1/b - a ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ എന്ന് പറഞ്ഞാൽ -1, ബി എന്ന് പറഞ്ഞാൽ 3. 1/b - a ആണ്. b - a എന്ന് പറഞ്ഞാൽ 3 - -1 1/4 dx. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. കാരണം ഓൾ ഓഫ് ദം നെഗറ്റീവിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ആ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? -1 മുതൽ 0 വരെ ചെയ്താൽ മതി, 3 വരെ ചെയ്യേണ്ട ആവശ്യമല്ല. -1 to 0 1/4 dx. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഒരാളുടെ വാല്യൂ കിട്ടും. 3 പേരുണ്ട്, അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. 1/4ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? 1/4ൻ്റെ ഇൻ്റഗ്രൽ 1/4x ആണ്. 1/4ൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് പകരം വാല്യൂസ് ഇട്ട് കൊടുത്താൽ ഇത് വരും 0 - -1/4 എന്ന് വരും. ആൻസറായിട്ട് നമുക്ക് എന്ത് കിട്ടും?
1/4. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി 1/4 ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നിന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അത് തന്നിട്ടുണ്ട് അവിടെ, അവർ വാല്യൂസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെത് 1/4 ആണ് വരുന്നത്. നമ്മളുടെ കയ്യിൽ 3 ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. സോ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 എത്ര വരും? 1/64. 1/64 ആണ് ഇതിൻ്റെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് മീനും വേരിയൻസും വെച്ച് എയും ബിയും കണ്ടുപിടിക്കാനും ലോവർ അപ്പർ എഴുതാനും ഒന്നും ഒരു പാടുമില്ല. നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് പ്രോബിലിറ്റി (0) ആയിരിക്കും എന്ന് ആലോചിക്കുക. (0) എന്ന് പറഞ്ഞാൽ -1 മുതൽ 0 വരെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് നമ്മളതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുകൂടി ഓർക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീൻ്റെയും വേരിയൻസിൻ്റെയും പ്രൂഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിനൊക്കെ. b+a/2 b-a²/12 മീനും വേരിയൻസ്, അതിൻ്റെ f(x) പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. 1/b - a, a< x>(b). ദെൻ അത് വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ചെയ്തു. ഓക്കെ, താങ്ക് യു.